പറഞ്ഞത് മനസ്സിലായല്ലോ. അവരുടെയും ആ കമ്പനിയുടെയും പതനം, അതാണ് എന്റെ ലക്ഷ്യം. അല്ല പപ്പ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അതൊന്നും ഇപ്പൊ നീ അറിയണ്ട. മോൻ ചെല്ലാൻ നോക്ക്. മാഡത്തിന്റെ പുതിയ PA വന്നിട്ടുണ്ട്. എന്റെ ക്യാബിനിലേക്ക് വരാൻ പറയൂ. ഓക്കെ മാഡം. മേ ഐ കം ഇൻ മാഡം? യെസ്, കം ഇൻ. ഇവിടെ ഞാൻ എവിടെയോ. ഇവളായിരുന്നു ഈ കമ്പനിയുടെ CEO. ഓ, ഇപ്പോഴാ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നത്. നിന്നെ ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. എക്സ്ക്യൂസ് മീ, തന്നെ പ്രതിമയാക്കി നിർത്താനല്ല ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സോറി മാഡം. ഓക്കെ, ഇനി ഇത് ആവർത്തിക്കരുത്. പിന്നെ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. അതിലെളുപ്പം എനിക്ക് ഇഷ്ടമല്ല. പിന്നെ പങ്ക്ച്വാലിറ്റി, കൃത്യസമയത്ത് ഓഫീസിലെത്തിയിരിക്കണം. പിന്നെ വർക്ക് കൃത്യസമയത്ത് തന്നെ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. എക്സ്ക്യൂസ് ഒന്നും പറയരുത്, എനിക്കത് ഇഷ്ടമല്ല. ക്യാബിൻ ജെന്നി കാണിച്ചു തരും. യു ഗോട്ട് ഇറ്റ്? ഓക്കെ മാഡം. ഇനി എന്ത് കാണാൻ നിക്കാ? പോയി വർക്ക് ചെയ്യാൻ നോക്ക്. എന്ത് സാധന ഇത്? കണ്ടപ്പോ ഒരു സ്പാർക്കൊക്കെ തോന്നിയതാ, പക്ഷെ സ്വഭാവം എന്റെ പൊന്നോ. താനിതുവരെ പോയില്ലേ? യെസ് മാഡം, പോകുക. Stupid fellow. Hi, I'm Jenny. ഹായ്, ഞാൻ മെൽവിൻ. അറിയാം, കമ്പനിയൊക്കെ ഇഷ്ടപ്പെട്ടോ? കമ്പനി കൊള്ളാം, പക്ഷെ CEO അത്ര പോരാ. ലുക്കൊക്കെ ഓക്കെ, പക്ഷെ നാക്ക്. അതിവിടെയുള്ള എല്ലാവർക്കും പൊതുവെയുള്ള അഭിപ്രായം. എന്ത് ചെയ്യാനാ, ജന്മനി അങ്ങനെയാണെന്നാ തോന്നി. എപ്പോഴും ഒടുക്കത്തെ ദേഷ്യം. ഓഫ്നെസ് എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ല. അതും പോരാണ്ട് വർക്ക് പുഴു. ആ, ഈ പഠിക്കുന്നവരൊക്കെ പുസ്തകപ്പുഴു എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ ഡേഞ്ചറസ് ആണെന്ന് അർത്ഥം. എക്സാക്ട്ലി. എന്നാ ഞാൻ പോവാ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ എന്റെ ഫ്യൂണറിൽ കഴിയും. ഓ മൈ ഗോഡ്, എന്നാ പൊക്കോ. ഓക്കെ, ബൈ. ഓ, ഈ മുതൽ ഇത്രയും ഡേഞ്ചർ ആയിരുന്നു. വരട്ടെ, ഞാൻ ശരിയാക്കി എടുത്തോളാം. ഏതായാലും വർക്ക് പെട്ടെന്ന് ചെയ്യാം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. മേ ഐ കം ഇൻ മാഡം? യെസ്, കം ഇൻ. എന്താ മാഡം? ഫയൽസ് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവിടെ വെച്ചേക്ക്. പിന്നെ എനിക്ക് കോഫി വേണം. ഓക്കെ മാഡം, ഇപ്പൊ കൊണ്ടുവരാം. അപ്പൊ ടാലന്റ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്. മാഡം, കോഫി അവിടെ വെച്ചേക്ക്. പിന്നെ ഈ ഫയൽസ് ഒക്കെ ക്ലിയർ ആക്കി നാളെ മോർണിംഗ് ഈ ടേബിളിൽ വെച്ചേക്കണം. ഓക്കെ, ഇമെയിൽ ചെയ്യണം. ഓക്കെ മാഡം. ഇവളൊക്കെ ഉണ്ടല്ലോ, മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് ചുറ്റിക്കുട്ടി വല്ല കൊക്കയിലും കൊണ്ടുണ്ട സമയം കഴിഞ്ഞു. എന്ത് ചാടി സാധനത്തെ അതും പോരാണ്ട് വർക്കും. എത്രയും പെട്ടെന്ന് വർക്ക് ക്ലിയർ ആക്കി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോ അടുത്ത വർക്ക് തന്നേക്കും. മോർണിംഗ് കൊടുക്കണം പോലും. ഇവളൊക്കെ ഉണ്ടല്ലോ, കാം ഡൗൺ ബേബി, കാം ഡൗൺ. ആരാ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ലിസ, ഇവിടുത്തെ സ്റ്റാഫാ. ആണോ? എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ, അത് ഞാൻ ലീവിലായിരുന്നു. നാട്ടിൽ പോയതാ, ഇന്നാ വന്നത്. ഓ ആണോ? ബൈ ദ ബൈ, ഞാൻ മെൽവിൻ. എന്തൊരു ബോറടി ആയത്. ലിസ, ഇവിടെന്താ ഇവന്റെ കൂടെ? ഓ മെൽവി, യു ആർ സോ ഫണ്ണിയാ. ഓ, രണ്ടും കൂടി പഞ്ചാര അടിച്ച് നിക്കാണല്ലേ. ശരിയാക്കി തരാ ഞാൻ. ഹലോ, ലിസയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. ഓക്കെ മാഡം. ലിസ, എന്നെ മാഡം വിളിക്കുന്നുണ്ട്. ഹോ, എന്തിനാണോ വിളിക്കുന്നത്? മെൽവി, എന്നാ ഞാൻ പോവാ. ജീവൻ ഉണ്ടെങ്കിൽ കാണാം. ചെല്ല്. ഓൾ ദ ബെസ്റ്റ്. നിന്റെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക്സ് അലിയ. മേ ഐ കം ഇൻ മാഡം? യെസ്, കം ഇൻ. ആ, വന്നോ? ലിസയ്ക്ക് ഞാൻ കുറച്ച് ഫയൽസ് തന്നിരുന്നില്ലേ, അത് കംപ്ലീറ്റ് ചെയ്തോ? അത് പിന്നെ ഇല്ല മാം, കുറച്ചുകൂടി ഉണ്ട്. വാട്ട്? അത് ഇത് കംപ്ലീറ്റ് ചെയ്തില്ലേ? പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു?
ഇന്ന് 3 മണിക്ക് ആ ഫയൽസ് മുഴുവൻ എന്റെ ടേബിളിൽ കണ്ടിരിക്കണം. യു ഗോട്ട് ഇറ്റ്, ഗെറ്റ് ഔട്ട്. ഓ, വായിലിരിക്കുന്ന മൊത്തം കേട്ടപ്പോ എന്തൊരാശ്വാസം. എന്താ കുറച്ചേ കേട്ടുള്ളൂ എന്ന് തോന്നണു. ഇതൊക്കെ എന്ത്, ഇതിനും വലുത് കേട്ടിരിക്കണ്. അപ്പൊ കേട്ടിട്ട് കുറെ ശീലമുണ്ട്. എന്നാ ഞാൻ ഈ ഫയൽസ് സബ്മിറ്റ് ചെയ്തിട്ട് വരാം. മേ ഐ കം ഇൻ മാഡം? യെസ്, കം ഇൻ. മാഡം ഫയൽസ്. ഇപ്പൊ ടൈം എത്രയായി? 1:05. ഞാൻ തന്നോട് ഇത് എപ്പോ കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞേ? 1 PM. 5 minutes late. What's the reason? അത് പിന്നെ മാഡം. നോൺസെൻസ്. തന്നോടൊക്കെ എത്ര പറഞ്ഞാൽ മനസ്സിലായില്ലേ? കണ്ട പെണ്ണുങ്ങളോടൊക്കെ കൊഞ്ചി കൊഞ്ചി നിൽക്കാൻ തനിക്ക് ടൈം ഉണ്ടല്ലോ. വർക്ക് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ താൻ ഇടിഞ്ഞക്കെട്ടി ഇങ്ങോട്ട് വരുന്നത്? ലാസ്റ്റ് ചാൻസ്. ഇനി ഇത് ആവർത്തിച്ച തന്നെ ഞാൻ ഈ കമ്പനിന്ന് ഫയർ ചെയ്യും. മനസ്സിലായോ? ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. താൻ പോയില്ലേ? ഇല്ല. പുറത്തു പോടോ. സൗകര്യമില്ല. ഡോ. മിണ്ടിപ്പോവരുത്. ഇനി ഞാൻ പറയും. തനിക്കെന്തിനാ ഇത്ര ദേഷ്യമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, തനിക്കും അറിയാം. പിന്നെ വെറുതെ അത് വളച്ചൊടിക്കണോ? നേരിട്ട് പറഞ്ഞൂടെ? എനിക്ക് തന്നോടൊന്നും പറയാനില്ല. നിന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. സത്യം പറ, തനിക്കെന്നെ ഇഷ്ടല്ലേ? അതെ, എനിക്ക് തന്നെ ഇഷ്ടാ. മര്യാദയ്ക്ക് എന്നെയും കെട്ടി എന്റെ കുട്ടികളെ നോക്കി അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. ശരിക്കും? എന്താ, വിശ്വാസായില്ലേ? ഇല്ല. എന്നാ താൻ വിശ്വസിക്കണ്ട. ഈ ഫയൽസ് മൊത്തം കംപ്ലീറ്റ് ആക്കി ഇവിടെ ഇരുന്നു. അയ്യോ, എനിക്ക് വിശ്വാസമായി. എനിക്കും തന്നെ ഭയങ്കര ഇഷ്ടാ. പിന്നെ എനിക്കൊന്നും വയ്യ ഫയൽസ് നോക്കിയിരിക്കാൻ. എന്നാ താൻ പോയി എനിക്കൊരു ജ്യൂസ് എടുത്തിട്ട് വാ. ഞാനിപ്പോ പോണോ? ഇറങ്ങി പോടോ. എന്നിട്ട് മര്യാദയ്ക്ക് വല്ല വർക്കും ചെയ്യാൻ നോക്ക്. ഹോ, വാട്ട് ആൻ അൺറൊമാന്റിക് മൂരാച്ചി. ഹലോ ഹലോ, നിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ? എന്നിട്ട് നീ എന്താ ചെയ്യണേ? ആ കമ്പനിയെ ഉയർത്താനില്ല നിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് അങ്ങോട്ട് വിട്ടത്. പപ്പ, എനിക്ക് ആ കമ്പനിയെ ചതിക്കാൻ പറ്റില്ല. നിനക്കെന്താ ഇപ്പൊ ഒരു മനം മാറ്റം? പപ്പ, റേച്ചലും ഞാൻ ഇഷ്ടത്തിലാണ്. എനിക്ക് അവളെ ചതിക്കാൻ പറ്റില്ല. ഹലോ പപ്പ, പപ്പ. കട്ടാക്കി. നീ അന്ന് ശരിക്കും പറഞ്ഞതാണോ റേച്ചലിന് ഇഷ്ടാന്ന്? ആ പപ്പ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. എന്നാ നീ അവളെ കെട്ടിക്കോ. എനിക്ക് കല്യാണത്തിന് സമ്മതം. ഞാൻ നാളെ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചോളാം. സത്യാണോ? താങ്ക് യു പപ്പ, താങ്ക് യു സോ മച്ച്. പപ്പ, ഇത്ര നാള് നിങ്ങൾ വഴക്കിലായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാ പപ്പ ഈ മാരേജിന് സമ്മതിച്ചേ? ആര് വഴക്കിലായിരുന്നു? പപ്പയും അങ്ങളും. ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ കുട്ടിക്കാലം മുതല് ഒരു സംഘം കാറിലായി നടന്ന ഞങ്ങളെ പറ്റി അപവാദം പറയുന്നോടാ ബ്ലഡി ഗ്രാമവാസി. പിന്നെന്തിനാ പപ്പ കമ്പനി തകർക്കണമെന്ന് പറഞ്ഞേ?
അതൊക്കെ ഞങ്ങളുടെ പ്ലാൻ അല്ലേ. പ്ലാനോ? അതെ, പ്ലാൻ തന്നെ. നീ ആണെങ്കിൽ ജോലിയും ചെയ്യത്തില്ല, അവളാണെങ്കിൽ ഒരാളുടെ മുഖത്ത് പോലും നോക്കത്തില്ല. ഞങ്ങളാണെങ്കിൽ പണ്ടേ പറഞ്ഞ് ഉറപ്പിച്ച മാരേജ് ചെയ്ത്. അപ്പൊ ഞങ്ങൾക്ക് ഈ വഴിയേ കണ്ടുള്ളൂ. കൊള്ളാലോ നിങ്ങള്. അല്ലാതെ പിന്നെ ഞങ്ങൾ ആരാന്നാ നിന്റെ വിചാരം? അന്ന് നീ റേച്ചലിന് ഇഷ്ടം പറഞ്ഞപ്പോഴേ ഞാൻ ഇസ്താനെ വിളിച്ച കാര്യം പറഞ്ഞു. എടാ ഇസ്താനെ, നമ്മളുടെ പ്ലാൻ വർക്കായടാ. അവര് തമ്മിൽ ഇഷ്ടത്തിലാന്ന്. സത്യമാണോടാ ജോ? ഓ ഭാഗ്യം. അങ്ങനെ ആ മരുഭൂമിയിലും മഴ പെയ്തല്ലോ. അപ്പൊ പിന്നെ ഇനി എങ്ങനെയാ കാര്യങ്ങള്? എന്ത് കാര്യങ്ങള്? നീ നാളെ തന്നെ അവനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നു, കല്യാണം ഫിക്സ്. ഓക്കെ അളിയ. അങ്ങനെ ഇപ്പതാ കല്യാണം കഴിഞ്ഞു. ആ, നിങ്ങൾ ഇവിടെ നിൽക്കാണോ? ഇങ്ങോട്ട് വാ, പോവാൻ ടൈമായി. ആ മമ്മി, ഞങ്ങളിപ്പോ വരാം. ആ വന്നാ, ഞാൻ കാത്തിരിക്കായിരുന്നു. നീ വല്ലതും അറിഞ്ഞായിരുന്നാ? എന്തറിയാൻ? പപ്പ കൊള്ളാലോ. ഇതിന്റെ ഇടയിൽ ഇവരുടെ കളി ഉണ്ടായിരുന്നു. ഏതായാലും കൊള്ളാം, എനിക്ക് നിന്നെ കിട്ടിയില്ലേ. ടൈം കുറെ ആയി. എന്നാ പിന്നെ കിടന്നാലോ? കിടക്കാം.